നമ്മുടെ കേരള പോലീസ് സേനയിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും ഒരു മോശം കാര്യം ചെയ്തു കഴിഞ്ഞാൽ സർവീസിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും അതിന്റെ ചീത്തപ്പേരുണ്ടാവാറുണ്ട്. മൊത്തത്തില് പോലീസിനെ വിമർശിച്ചുകൊണ്ടാണ് അഭിപ്രായങ്ങളും മാധ്യമ ചർച്ചകളൊക്കെ നടക്കാറ്. പക്ഷെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നല്ല കാര്യം ചെയ്താലോ അതിനെ അംഗീകരിക്കാനോ അപ്രീഷിയേറ്റ് ചെയ്യാനോ പലപ്പോഴും ഈ വിമർശിക്കുന്ന ആളുകൾ കടന്നു വരാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾക്ക് ഒരാളെയോ ഒരു സംവിധാനത്തെയോ ഒരു സംഘടനയോ ഒക്കെ വിമർശിക്കണം എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അഭിനന്ദിക്കാനും കൂടിയുള്ള ഒരു മനസ്സുണ്ടാവണം. അങ്ങനെയുള്ള ആളുകൾക്ക്, ആ ഒരു ക്വാളിറ്റി കാണിക്കുന്ന ആളുകൾക്കാണ് അവരെ വിമർശിക്കാനുള്ള അർഹതയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ നാട്ടിലെ പോലീസുകാരിൽ വളരെ ചുരുക്കം 100% പോലീസുകാർ എടുത്തു കഴിഞ്ഞാൽ 5-10% ആളുകൾ മോശമായിട്ട് പെരുമാറുന്ന ആളുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ആളുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ പറ്റാത്ത രീതിയിലുള്ള നിയമ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവരിപ്പോഴും സർവീസിലൊക്കെ തുടരുന്നത്. ഇവർ ചെയ്യുന്ന മോശം കാര്യങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും 100% പോലീസിനും അതിന്റെ ചീത്തപ്പേര് എല്ലാവർക്കും കൂടിയാണ് വരാറ്. പക്ഷെ 90% നല്ല ആളുകൾ ചെയ്യുന്ന, മാന്യമായിട്ട് ജോലി ചെയ്യുന്ന, സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ പലപ്പോഴും കണ്ടാലും മാധ്യമങ്ങളും മറ്റുള്ളവരും കണ്ടില്ല എന്ന് അടിക്കാറുണ്ട്. തടി കയറ്റിപ്പോയ ഒരു ലോറി എടപ്പള്ളിയില് മറിഞ്ഞ് ഗതാഗത തടസ്സം ഉണ്ടായ സമയത്ത് കൊച്ചി സിറ്റി പോലീസിലെ കൺട്രോൾ റൂമിലുള്ള ASI സോളമൻ സാറും അവിടെയുള്ള ഹോംഗാർഡ് സതു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും കൂടിയിട്ട് ആ തടികളൊക്കെ പറക്കി മാറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ഇതുപോലുള്ളൊരു പ്രവൃത്തി നമ്മുടെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട് ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എവിടെയും ചർച്ചകളോ അഭിനന്ദന പ്രവാഹങ്ങളൊന്നും കണ്ടില്ല. ഇത് പോലീസ് തന്നെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജിൽ അവർ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അവരെ അഭിനന്ദിക്കാൻ അവർ മാത്രമുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അങ്ങനെ പോരാ. ഇപ്പൊ പോലീസായാലും പട്ടാളായാലും രാഷ്ട്രീയക്കാരായാലും ഏത് സംഘടനയായാലും പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ വിമർശിക്കാൻ, അത് ചൂണ്ടിക്കാണിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. അതേ ഉത്തരവാദിത്തം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് നല്ല പ്രവർത്തികൾ ചെയ്താലും ചൂണ്ടിക്കാണിക്കാനും അഭിനന്ദിക്കാനും നമുക്കുണ്ട്. പലപ്പോഴും പല ആളുകൾ ആ ഉത്തരവാദിത്തം മറന്നുപോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരാളെ വിമർശിക്കുന്ന നമുക്ക് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കാനുള്ള ഒരു മനസ്സോടെ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഇതുപോലുള്ള നന്മയുള്ള പ്രവർത്തികളുമായിട്ട്, ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.